ഗുഡ് മോർണിംഗ് ഓൾ. പൈൽ ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഗ്രൂപ്പ് ആക്ഷൻ ഓഫ് പൈൽസ്. നമ്മൾ ഇൻഡിവിജ്വൽ പൈൽസിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നോക്കിയായിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ ഫീൽഡിൽ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡിൽ പൈൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് പൈൽസ് ഇൻഡിവിജ്വലി ആയിട്ടായിരിക്കത്തില്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സിംഗിൾ പൈൽസ് ആയിട്ടായിരിക്കത്തില്ല പ്രൊവൈഡ് ചെയ്യുന്നത്, പൈൽ ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ലോഡ് ക്യാരിയിങ് കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന ലോഡ് താങ്ങാനായിട്ട് അല്ലെ, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈൽസ് ഓക്കെ ഗ്രൂപ്പ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ പൈലായിട്ട് കൊടുക്കാറില്ല. ഫിഗറിൽ കൊടുത്തേക്കുന്ന എന്താണ്? ഫിഗറിൽ ഒരു ലോഡ് ക്യാരിയിങ് കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫിഗറിൽ കൊടുത്തേക്കുന്ന ഒരു ലോഡ് ക്യാരിയിങ് കോളം. ഓക്കെ, അതിന് തൊട്ട് താഴെ വരുന്ന ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൈൽസ് താഴെ വരുന്ന എല്ലാ പൈൽസിനും ടോപ്പിൽ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു റിജിഡ് കോൺക്രീറ്റ് സ്ട്രക്ചറാണ് അല്ലേ? ഇതിനെയാണ് പൈൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഡെപ്തിനാണ് പൈൽസ് വേണ്ടത് അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ആ പൈലെല്ലാം ഇൻസേർട്ട് ചെയ്തിട്ട് ആ പൈൽ ഗ്രൂപ്പ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു പൈൽ ക്യാപ്പ് കാസ്റ്റ് ചെയ്യാറ്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യാറ്. ആ പൈൽ ക്യാപ്പിന് ടോപ്പിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോളം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കോളത്തിൽ നിന്ന് ലോഡ് വരുന്നു, അത് പൈൽ ക്യാപ്പിൽ നിന്ന് എന്താണ് ഓരോ പൈലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടുത്തെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻഡിവിജ്വൽ ആയിട്ട് പൈൽസ് കൊടുക്കാറില്ല. ലോഡ് കോളത്തിൽ നിന്ന് വരുന്നത് ഓക്കെ ലോഡ് ക്യാരിങ് കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് പൈൽ ക്യാപ്പിൽ വന്ന് അത് ഓരോ കോളത്തിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് പൈലിൽ നിന്ന് സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടത്തെ പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ പൈൽസ് അവിടെ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഓരോ പൈൽസിനും ഇൻ ബിറ്റ്വീൻ വരുന്ന സ്പേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമുക്കൊരു ഫിഗറിന്റെ ബേസിൽ പറയാം. ഒരു സിംഗിൾ പൈല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിംഗിൾ പൈലിന് ചുറ്റും ഒരു ലോഡ് വരാൻ നേരത്ത് ആ സിംഗിൾ പൈലിന് ചുറ്റും ഒരു സ്ട്രെസ് സോൺ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ ഐസോബാർ പഠിച്ചതായിരുന്നു അല്ലേ? ഒരു പ്രഷർ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐസോബാർ. അപ്പോൾ ഇതിന് ചുറ്റും ഒരു സ്ട്രെസ് ബാർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് സോൺ വരുന്നുണ്ട് അല്ലേ? അതാണ് ആ സിംഗിൾ പൈലിനെ നമ്മൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഐസോബാർ ഡയഗ്രാംസ് ആണ് കാണിച്ചേക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന ഫിഗറിൽ ഒരു പൈൽ ഗ്രൂപ്പ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടത്തെ കേസിൽ പൈൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വളരെ അടുത്തടുത്താണ്, അതായത് സ്പേസിങ് വളരെ കുറവാണ്. ക്ലോസ്ലി സ്പേസ്ഡ് കേസ് ആണ് കാണിച്ചേക്കുന്നത് രണ്ടാമത്തെ ഫിഗർ. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിൽ ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ പൈൽസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പൈലിന്റെയും സ്ട്രെസ് സോൺസ് തമ്മിൽ എന്താണ് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പിംഗ് നടക്കുന്നത് എന്താണ് ഒരു എഫക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. അതായത് ഇങ്ങനെ ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ ഈ പൈൽ ഗ്രൂപ്പ്സിന്റെ എന്താണ് ടോട്ടൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത് വഴി എന്താണ് പൈൽ ഗ്രൂപ്പ്സിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്പേസിങ് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കും അല്ലേ? അതാണ് തേർഡ് ഫിഗർ കാണിച്ചേക്കുന്നത്, ഫിഗർ സി കൊടുത്തേക്കുന്നത്. എന്താണ്? പൈൽസ് എന്താണ് ഒരു കറക്റ്റ് അല്ലെങ്കിൽ ഒരു അതിന് വേണ്ട ഒരു സ്പേസിങ് പ്രൊവൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഓരോ പൈൽസിന്റെ അതിന്റെ സൈസിനും ഷേപ്പിനും അനുസരിച്ച് നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡിന്റെയും ബേസിസിൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, സഫിഷ്യന്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കാണ്. അതാണ് തേർഡ് ഫിഗർ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ എന്താണ് ഓരോ പൈലിന്റെയും സ്ട്രെസ് സോൺസ് തമ്മിൽ എന്താണ് ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഓവർലാപ്പിംഗ് ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഒരു കുറവും അവിടെ ഉണ്ടാകുന്നില്ല. ഇതേ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്പേസിംഗ് ബിറ്റ്വീൻ പൈൽസ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണെങ്കിൽ എന്താണ് സോൺസ് ഓഫ് സ്ട്രെസ് അറൗണ്ട് ദ പൈൽ ക്യാപ്പ് വിൽ ഓവർലാപ്പ്. ഓക്കെ, ദിസ് മേ റെഡ്യൂസ് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് പൈൽസ്. ഓക്കെ, ഇതെന്താണ് ഇതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ എന്താണ്
അത് സഫീഷ്യന്റ് സ്പേസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ then the capacity of pile group is the sum of the individual capacities of piles. ഓക്കെ, സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പൈൽ ഗ്രൂപ്പിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓരോ പൈലിന്റെയും ഓരോ ഇൻഡിവിജ്വൽ പൈലിന്റെയും കപ്പാസിറ്റിയുടെ സമ്മ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? എഫിഷ്യൻസി ഓഫ് പൈൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിയുടെ ഒരു കാര്യമാണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞത്. മറ്റെന്തെല്ലാം വരുന്നുണ്ടെന്ന് നോക്കാം. എഫിഷ്യൻസി ഓഫ് പൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പൈൽ ഗ്രൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമാത്രം എഫിഷ്യന്റ് ആണ്, ലോഡ് ക്യാരിയിങ്ങിൽ എന്തുമാത്രം എഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്പേസിംഗ് ഓഫ് പൈൽസ്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പൈൽസ് ഇൻ എ റോ ആൻഡ് നമ്പർ ഓഫ് റോസ് ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് രണ്ടാമത് പറയുന്നത്. ഒരു റോയിൽ എന്തുമാത്രം പൈൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ എന്തുമാത്രം റോസ് വരുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൈൽ, മെറ്റീരിയൽ, ഡയമീറ്റർ, ലെങ്ത്. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എന്താണ്? എഫിഷ്യൻസി മാറും. അപ്പോൾ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, പൈൽ ഗ്രൂപ്പ് എഫിഷ്യൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈറ്റ ജി എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈറ്റ ജി. ഈറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ എഫിഷ്യൻസി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ജി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഗ്രൂപ്പ്. പൈൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ജി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈറ്റ ജി ഈസ് ഈക്വൽ ടു ക്യൂ ജി യു ഡിവൈഡഡ് ബൈ എൻ ക്യൂ യു ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഈറ്റ ജി എന്ന് പറയുന്നത് എന്താണ്? ഒരു റേഷ്യോ ആണ് അല്ലേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ultimate load of the group. Okay, ultimate load of the pile group to the sum of the individual ultimate loads. Okay, അതായത് പൈൽ ലോഡിന്റെ അൾട്ടിമേറ്റ്, പൈൽ ഗ്രൂപ്പിന്റെ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ഇൻഡിവിജ്വൽ അൾട്ടിമേറ്റ് ലോഡ്, അതായത് ഓരോ പൈലിന്റെയും ഇൻഡിവിജ്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, അതിന്റെ സം. അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റികളുടെ റേഷ്യോനെയാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി ഓഫ് പൈൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ ജി യു എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് ലോഡ് ഓഫ് ദ ഗ്രൂപ്പ്. ഓക്കെ, പൈൽ ഗ്രൂപ്പ്. എൻ നമ്പർ ഓഫ് പൈൽസ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ലാസ്റ്റ് വൺ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ പൈൽ. ഓക്കെ, അപ്പൊ ഇത് 3 ക്വാണ്ടിറ്റീസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്താണ്? പൈൽ ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്? സ്പേസിംഗ് ഓഫ് പൈൽസ് ആണ്. ഓക്കെ, അപ്പൊ സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്നതാണ് ഒരു പൈലിന്റെ ഡയമീറ്റർ എങ്കിൽ 2.5D to 3.5D സ്പേസിംഗ് ആണ് സാധാരണ കൊടുക്കുന്നത്. ഓക്കെ, സ്പേസിംഗ് എന്ന് പറയുന്നത് സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഓക്കെ, അതായത് ഓരോ പൈലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് നമ്മൾ പറയുന്നത് 2.5D to 3.5D. ഓക്കെ, ജനറലി പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് പൈൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫിഗറിൽ കൊടുത്തേക്കുന്നത് എന്താണ്? ഒരു ക്രോസ് സെക്ഷൻ, ഒരു പ്ലാനും ആണ് അല്ലെ. ഒരു എന്താണ്? ഒരു സ്ക്വയർ പൈൽ ക്യാപ്പാണ് കൊടുത്തേക്കുന്നത്. അതിൽ എത്ര പൈൽസ് വരുന്നുണ്ട്? 4 അല്ലേ. 4, ഓരോ റോയിൽ 4 എണ്ണം വെച്ചിട്ട് 4 റോ വരുന്നുണ്ട്. അപ്പൊ എത്രയാണ്? 16 പൈൽസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്ലാൻ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ തന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്ന ലോഡ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. എൽ ആണ് അല്ലെ. എല്ലാണ് അതിന്റെ ഡെപ്ത്. സാധാരണ നമ്മൾ ഡി എന്നാണ് കൊടുക്കുന്നത് അല്ലെ. ഫിഗറിൽ വന്നാൽ ഡി എന്നാണ് നമ്മൾ ഡെപ്ത് ഓഫ് പൈൽ കൊടുക്കുന്നത്. ഡി. ബി ആണ് എന്ത്? വിഡ്ത്ത് ഓഫ് പൈൽ ക്യാപ്പ് അല്ലെങ്കിൽ പൈൽ ഗ്രൂപ്പിന്റെ വിഡ്ത്ത് ബി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് പൈൽ ഗ്രൂപ്പിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ പൈൽ ഗ്രൂപ്പ്സ് ഇൻ ക്ലേ സോയിലിൽ പൈൽ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പൈൽ ഗ്രൂപ്പിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്തായാലും. ഓക്കെ, പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി ഓഫ് ബ്ലോക്ക് ഓഫ് പൈൽസ്. ഓക്കെ, ബ്ലോക്ക് ഓഫ് പൈൽസ് അതായത് ക്ലേയിൽ വരാൻ നേരത്ത് നമ്മുടെ പൈൽ ഗ്രൂപ്പിനെ നമ്മളൊരു ബ്ലോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സെപ്പറേറ്റ് അല്ലാതെ ആ ഗ്രൂപ്പ് ഓഫ് പൈൽസിനെ ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ആ ബ്ലോക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ബ്ലോക്കിന്റെ വിഡ്ത്ത് ബിയും ഡെപ്ത് ഡിയുമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാണ്, ബ്ലോക്ക് ഓഫ് പൈൽസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ബേസിസിലാണ്
പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് Q. ഓക്കെ, അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഓഫ് പൈൽ ഗ്രൂപ്പ്. ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു Q0 AG പ്ലസ് PGDFS. ഓക്കെ, ഇതാണ് ബേസിക് ഇക്വേഷൻ. അതിൽ Q0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൾട്ടിമേറ്റ് ബെയറിംഗ് പ്രഷർ ഓഫ് ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് ലെവലിൽ ആക്ട് ചെയ്യുന്ന അൾട്ടിമേറ്റ് ബെയറിംഗ് സ്ട്രെസ്, ബെയറിംഗ് പ്രഷർ. ഓക്കെ, AG എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് പൈൽ ഗ്രൂപ്പ്. ഓക്കെ, അതിന്റെ സൈഡ് നമുക്കറിയാം B ആണെന്ന് അറിയാം അല്ലെ, സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ എന്താണ്? B സ്ക്വയർ, B ഇൻറ്റു B, അതായിരിക്കും ഏരിയ വരുന്നത്. PG എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് പൈൽ ഗ്രൂപ്പ്. പൈൽ ഗ്രൂപ്പിന്റെ എന്താണ്? പെരിമീറ്റർ. B ആണ് സൈഡ്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു B അല്ലെ. D എന്താണ്? ലെങ്ത് ഓഫ് പൈൽ. FS എന്ന് പറഞ്ഞാൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? Q ഈസ് ഈക്വൽ ടു എന്താണ്? Q0 B സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു B ഇൻറ്റു D ഇൻറ്റു FS. ഓക്കെ, ഇതാണ് ക്ലേയിൽ പൈൽ ഗ്രൂപ്പ്സ് വരാൻ നേരത്ത് അവിടുത്തെ പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുക. ഇപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൈൽ ഗ്രൂപ്പ്സ് ക്ലേയിൽ വരുന്ന കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പൈൽ ഗ്രൂപ്പ്സ് സാൻഡിലും ഗ്രേവലിലും വരികയാണ്. ഓക്കെ, അവിടെ വരാൻ നേരത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ സാധാരണ സാൻഡിലും ഗ്രേവലിലും വരാൻ നേരത്ത് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടും. ഓക്കെ, പൈൽ ഗ്രൂപ്പ്സിന്റെ എഫിഷ്യൻസി കൂടും. അതിന് കാരണം എന്താണ്? അതായത് പൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പൈൽസ് ലൂസ് ടു മീഡിയം ഡെൻസ് കോഷൻ സോയിൽ, അതായത് സാൻഡിലൊക്കെ അത് ഡ്രൈവ് ചെയ്യാൻ നേരത്ത് അതിന് ചുറ്റുമുള്ള സോയിൽ, ഓക്കെ, സോ ചുറ്റുമുള്ള സോയിൽ കോമ്പാക്ട് ചെയ്യും. കാര്യം ഇങ്ങനെ അങ്ങ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള സോയിൽസ് ഒക്കെ എന്താണ്? വൈബ്രേറ്റ് ചെയ്യും അല്ലെ, ഒരു നല്ലൊരു വൈബ്രേഷൻ വരുന്നു. ഈ ഒരു വൈബ്രേഷൻ കാരണം ആ ചുറ്റുമുള്ള സോയിൽ എല്ലാം എന്താണ്? കോമ്പാക്ട് ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ കോമ്പാക്ട് ചെയ്യുന്ന എന്തായിരിക്കും? അതിന്റെ ഗ്രൂപ്പ്, പൈൽ ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി കൂട്ടും അല്ലെ. ഇങ്ങനെ കോമ്പാക്ട് ചെയ്യാൻ നേരത്തെ അവിടുത്തെ സോയിലിന് എന്താണ്? സ്ട്രെങ്ത് കൂടി. അപ്പൊ തന്നെ അതിന്റെ ഒരു പൈൽ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പൈൽസിന്റെ കേസ് ആയിട്ട് പറയാം. എൻബെയറിംഗ് പൈൽസ് ആണ് ഫ്രിക്ഷൻ പൈൽസ്. അപ്പൊ എൻബെയറിംഗ് പൈൽസ് ആണ് വരുന്നതെങ്കിൽ എന്താണ്? അതിന്റെ സ്പേസിങ് 3D കൂടുതലാണ്. ആ D നമുക്കറിയാം ഡയമീറ്റർ ഓഫ് പൈൽ. 3D കൂടുതലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഡെൻസ് ആൻഡിൽ 3D കൂടുതലാണ് സ്പേസ് പ്രൊവൈഡ് ചെയ്ത് പൈൽസ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവിടുത്തെ ഗ്രൂപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% കൂടുതലായി. ഓക്കെ, അതുകൂടാതെ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? QUG ഈസ് ഈക്വൽ ടു NQU തന്നെയായിരിക്കും. ഓക്കെ, NQU N ക്യാപിറ്റൽ QU ആണ്. ഓക്കെ, സ്മോൾ Q അല്ല, N ക്യാപിറ്റൽ QU. അതായത് ഒരു പൈലിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU അതിന്റെ എത്ര നമ്പർ ഉണ്ടോ അതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അവിടുത്തെ അൾട്ടിമേറ്റ് പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത്രയ്ക്കും സ്പേസിലായിരിക്കും അത്, സ്പേസിങ്ങിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്രിക്ഷൻ പൈൽ. ഫ്രിക്ഷൻ പൈൽ വരുമ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്? ηg എന്ന് പറഞ്ഞാൽ QGU ഡിവൈഡ് ബൈ NQU ഇൻറ്റു 100 തന്നെയാണ് ഇക്വേഷൻ. അപ്പൊ അതിൽ QGU ആൻഡ് NQU കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറയുന്നുണ്ട്. QGU കണ്ടുപിടിക്കുന്നത് FSPGD ആണ്. ഓക്കെ, അതായത് ആ ഒരു ഫ്രിക്ഷണൽ കമ്പോണന്റ് വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് FSPGD. PG നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ബ്ലോക്ക്, FS നമുക്കറിയാം യൂണിറ്റ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് സോയിൽ, D എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് പൈൽ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പൈൽസ്. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഫ്രിക്ഷൻ പൈലിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. പൈൽ ഗ്രൂപ്പ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്പേസിംഗ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പൈൽ ഗ്രൂപ്പ്സ് പ്രൊവൈഡ് ചെയ്യാൻ നേരത്തെ അവിടെ ഉണ്ടാവുന്ന എഫിഷ്യൻസി എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ നോക്കുന്നത് പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി ആണ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ ചോദിക്കും അല്ലെ, സെപ്പറേറ്റ്, അതായത് ഇൻഡിവിജ്വൽ പൈൽസിന്റെ കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ തന്നെ പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റിയും കണ്ടുപിടിക്കുക എന്ന് ചോദിക്കാം. അത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അല്ലെ, ആദ്യം ഈ പൈൽ ഫൗണ്ടേഷൻ പറഞ്ഞപ്പോൾ തന്നെ അല്ലെ, പൈൽ ഫൗണ്ടേഷൻ പറഞ്ഞ് ഫ്രിക്ഷൻ പൈലൊക്കെ പറയുന്ന ടൈമിൽ സ്കിൻ ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ ആ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഇവിടെ പറയുന്നത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. അപ്പൊ എന്താണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ നോക്കാം. When the soil layer surrounding a portion of the pile shaft settles more than the pile,
a downward drag occurs on the pile. The drag is known as negative skin friction. ഓക്കെ, എന്താണ് സംഭവം? അതായത് നമ്മളൊരു പൈല് സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഡ്രൈവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിലോട്ട് എന്താണ് ലോഡ് വരാൻ നേരത്തെ അത് പതുക്കെ സെറ്റിൽ ചെയ്യും അല്ലെ? അത് പതുക്കെ ഒരു അലൗബിൾ സെറ്റിൽമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ആ ഒരു സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് അല്ല, നമ്മൾ പൈലെല്ലാം ഡ്രൈവ് ചെയ്ത് അതിലേക്ക് ലോഡ് വരാൻ നേരത്തെ ചെറിയൊരു സെറ്റിൽമെന്റ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു ടൈമില് പൈല് സെറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അതിന് സറൗണ്ടിങ് സോയിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് അതിന്റെ സറൗണ്ടിങ് സോയിൽ വളരെ വീക്കാണ്. അങ്ങനെ വീക്കായിട്ടുള്ള സോയില് പൈല് സെറ്റിൽ ചെയ്യുന്നതിന്റെ എമൗണ്ടിനേക്കാളും കൂടുതൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ സോയില്, ആ ചുറ്റുമുള്ള സോയില് ആ പൈലിലൊരു ഡൗൺവേർഡ് ഡ്രാഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് താഴോട്ട് ഒരു വലിക്കുന്ന പോലെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ആ സോയില്, ചുറ്റുമുള്ള സോയില് ആ പൈലിലൊരു ഡ്രാഗ് ചെയ്യാറുണ്ട്, താഴോട്ടൊരു ഡ്രാഗ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന ആ സർഫസിൽ ഉണ്ടാവുന്ന ആ ഡ്രാഗിനെയാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ occurs in the soil zone which moves downward relative to the pile shaft after the installation of pile. ഓക്കെ, നോട്ട് ചെയ്യും. അതായത് പൈൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിന്റെ സർഫസിൽ പൈല് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ സോയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റിലേറ്റീവ് മൂവ്മെന്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഡൗൺവേർഡ് ഡ്രാഗ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് പൈല് മൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, അതായത് പൈല് സെറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചുറ്റുമുള്ള സോയിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് താഴോട്ടൊരു വലിക്കുന്നുണ്ട്, ഒരു ഡ്രാഗ് ചെയ്യുന്നത്. അതിനെയാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, അതിൽ ആ ഒരു പൈലിൽ ഒരു എക്സ്ട്രാ ഡൗൺവേർഡ് ലോഡും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഇമ്പോസസ് ആൻ എക്സ്ട്രാ ഡൗൺവേർഡ് ലോഡ് ഓൺ ദ പൈൽ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിലൊരു എക്സ്ട്രാ ലോഡ് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ഈ ഒരു ഫിഗറിൽ എന്താ കൊടുത്തേക്കുന്നത്, ഒരു ഫില്ല് വരുന്നുണ്ട്, ഒരു പൈല് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു സോഫ്റ്റ് ലെയർ വരുന്നുണ്ട് അല്ലേ? ആ സോഫ്റ്റ് ലെയറിൽ അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു പൈല് സെറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അതിന്റെ സറൗണ്ടിങ് സോയിൽ സെറ്റിൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതിന്റെ സർഫസിൽ ഒരു ഡൗൺവേർഡ് ഡ്രാഗ് ഉണ്ടാക്കുന്നു. ഓക്കെ, ആ പൈലിൽ ഒരു ഡൗൺവേർഡ് ഡ്രാഗ് ആ സറൗണ്ടിങ് സോയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, QNSF. NSF എന്ന് പറയുന്നത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, ബോട്ടത്തിൽ നിന്ന് കൊടുക്കുന്നവരാണ് QPയും QSഉം അല്ലെ? നമ്മുടെ QP എന്ന് പറയുന്നത് എൻ ബെയറിംഗ്, QS എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്താ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU കൊടുക്കുന്നത്, QP QS നമ്മൾ പറഞ്ഞത്. അപ്പൊ താഴെ നിന്ന് ഒരു എന്താണ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി സോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്താണ് ഇങ്ങനെ ഒരു സ്കിൻ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് താഴെ നിന്ന് മുകളിലോട്ട് നമ്മൾ റോഡ് ആ ഒരു പൈലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ് സോയിൽ. അപ്പോഴാണ് ഇവിടെ ഒരു ഡ്രാഗ് താഴോട്ട് വരുന്നത്. സോ നമ്മുടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, നെറ്റ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU ഡാഷ് എന്ന് പറഞ്ഞാൽ QU മൈനസ് QNSF ആയിരിക്കും. QU എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, അതായത് QSഉം QPയും കൂടെ ചേരുന്നതാണ് QU. ആ QUവിനെ എന്താണ് കുറയ്ക്കുകയാണ് നെറ്റ്, എന്താണ് നമ്മുടെ സ്കിൻ ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് QU അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി മൈനസ് QNSF ചെയ്യുമ്പോഴാണ് അവിടുത്തെ നെറ്റ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സ്കിൻ ഫ്രിക്ഷൻ, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വരാൻ നേരത്ത് അവിടുത്തെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ അവിടെ എന്താണ്, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതായത് ഇങ്ങനത്തെ ലേയേഴ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോയിൽസ് വരികയാണെങ്കിൽ അതിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ സോയിൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ലെവലിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുത്തിട്ടാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ അവർ ഒഴിവാക്കുക. ഓക്കെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നോക്കിയത്, പൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, പിന്നെ നോക്കിയത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. ഓക്കെ, ഇതെല്ലാം നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.